അന്വേഷിക്കുക, ഫജാലിസു അവന്റെ കൂടെ ഇരിക്കുക. വലാ തജ്ലിസ് മൻ ലാ യഅനീക മൻ ലാ യുഈനുക അലാ ആഖിറതി, നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കാത്ത ഒരാളുടെ അടുത്ത് നീ ഇരിക്കരുത്. ഒരാളുടെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈമാൻ കൂടുകയാണോ കുറയുകയാണോ, നമുക്ക് ദീനിയായി ഉപകാരമാണോ ഉപദ്രവമാണോ, അത് അന്വേഷിച്ച് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഹവസിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വലിയ്യുസ് സാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ദീനിന്റെ പേരിലുള്ള സാഹോദര്യത്തെക്കുറിച്ച്, അൽ ഉഖുവത്തു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ പേരിലുള്ള ഉഖുവത്ത് സാഹോദര്യം, അതുപോലെ അത്തരം സാഹോദര്യ ബന്ധങ്ങളിൽ കാണിക്കേണ്ട അദബുകൾ, ആദാബു സുഹ്ബ, നമ്മൾ പരസ്പരം സഹവസിക്കുന്ന കാര്യത്തിൽ പരസ്പരം സഹവസിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ, അതിനെക്കുറിച്ചുള്ള ഏതാനും അസറുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതാണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം തൻ്റെ സഹോദരൻ്റെ തൻ്റെ മറ്റു ഓരോ മുസ്ലിമിൻ്റെയും സഹോദരനാണ്. അതുപോലെ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാകുന്നു. അപ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം സഹോദരന്മാരാണ്. അതുതന്നെ ഒരാളുടെ തഖ്വ കൂടുന്നതിനനുസരിച്ച്, ഇത്തിബാ സുന്നത്ത് പിന്തുടരുന്നതിലുള്ള കണിശത കൂടുന്നതിനനുസരിച്ച്, താല്പര്യം കൂടുന്നതിനനുസരിച്ച് ആ വ്യക്തിയോടുള്ള സ്നേഹവും അടുപ്പവും നമുക്ക് കൂടേണ്ടതുണ്ട്. അതാണ് അൽ വല, അള്ളാഹുവിൻ്റെ പേരിലുള്ള പരസ്പര ബന്ധം, വല എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് സലഫുകൾ ധാരാളം സംസാരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ് താബിഇയായ ഒരു ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു, സഹിബ്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വഅന ഉരീദു അൻ അഖ്ദിമഹു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ സഹവസിച്ചു, അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു. വഅന ഉരീദു അൻ അഖ്ദിമഹു, എൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാമെന്നായിരുന്നു. നമുക്കറിയാം, ഇബ്നു ഉമർ വലിയ മഹാനായ സ്വഹാബിയാണ്, ആലിമാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാം, അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹവസിച്ചു. ഫകാന ഹുവല്ലദീ യഖ്ദിമുനി, പക്ഷേ അദ്ദേഹം എനിക്ക് ഇങ്ങോട്ടായിരുന്നു ഖിദ്മത്ത് ചെയ്തിരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ ചെറുപ്പക്കാരനായ മുജാഹിദ് ബിൻ ജബർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അങ്ങോട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ സ്ഥാനം നോക്കാതെ, പ്രായം നോക്കാതെ എല്ലാവരോടും വിനയം കാണിക്കുന്ന സ്വഭാവം, അതുപോലെ തന്നെ പരസ്പരം സഹവസിക്കുമ്പോൾ യാത്രയിലായാലും മറ്റുമൊക്കെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. عن أبي البختري رضي الله عنه عن علي رضي الله عنه أنه كان يقول, അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഒരു അസറാണ്. അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, അഹ്ബിബ് ഹബീബക ഹൗനമ്മ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്, വളരെയധികം അർത്ഥവത്തായ ഒരു വാക്കാണ്. നീ നിന്റെ സ്നേഹിതനെ, ആരെയാണോ നീ സ്നേഹിക്കുന്നത്, അവനെ സ്നേഹിക്കുക മിതമായി. അസ അൻ യകൂന ബഗീളക യൗമൻ മാ, കാരണം എന്തെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്നേഹിക്കുമ്പോൾ പരിധി വിട്ട് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞ് സ്നേഹിക്കരുത്, പരിധി വിട്ട് സ്നേഹിക്കരുത്, അല്ലെങ്കിൽ ഒരിക്കലും പിരിയാൻ പറ്റാത്ത വിധത്തിൽ സ്നേഹിക്കരുത്. അങ്ങനെ ആയാൽ ഒരുപക്ഷെ എന്തെങ്കിലും കാരണത്താൽ പരസ്പരം വെറുക്കേണ്ടി വരും. ആ വെറുക്കുന്ന സമയത്ത് ഈ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ അമിതമായി പിരിയാൻ പോലും പറ്റാത്ത വിധത്തിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വിഷമമുണ്ടാകും. ഒരുപക്ഷെ ഒരാൾക്കാർക്കും വെറുപ്പുണ്ടായിട്ടുണ്ടാവുക, മറ്റേയാൾക്ക് ഈ ബന്ധം, സൗഹൃദം അത് തുടരാനായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ബഗീളക ഹൗനമ്മ, നീ വെറുക്കുന്നവനെ മിതമായി വെറുക്കുക. അസ അൻ യകൂന ഹബീബക യൗമൻ മാ, കാരണം എന്തെങ്കിലും ഒരിക്കൽ അവനെ നീ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്. അല്ലെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അതിന്റെ പേരിൽ മനുഷ്യന്മാർക്ക് തമ്മിൽ വെറുപ്പുണ്ടാകും. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. ചിലപ്പോൾ നല്ല സ്വാലിഹായ മനുഷ്യനെ തന്നെ നമ്മൾ വെറുക്കും, നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും.
അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ വെറുപ്പുണ്ടായാൽ പാകത്തിന് മിതമായി വെറുക്കുക. പരിധി വിട്ട് വെറുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നീട് ഒരിക്കലും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകും. പണ്ഡിതന്മാർ പറയുന്നത്, ഇസ്ലാമിൽ നമുക്ക് മുസ്ലിമീങ്ങളായ ആളുകളെ തന്നെ വെറുക്കാൻ അനുവാദമുണ്ട്. ചില സാഹചര്യങ്ങളിൽ അനുവാദമല്ല, ചിലപ്പോൾ നിർബന്ധമായി വെറുക്കേണ്ടി വരും. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകളെ, അത് ബിദ്അത്താണ് എന്നറിഞ്ഞിട്ടും അതിൽ വാശിയോടെ തുടരുന്ന ആളുകൾ, അതുപോലെ തന്നെ വൻപാപങ്ങൾ ചെയ്യുന്ന ഫാസിഖുകൾ, തെമ്മാടികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ വെറുക്കണം. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നത് ഒരാളോടും ഹെഖ്ദ് പാടില്ല. എന്താണ് ഹെഖ്ദ് എന്ന് പറഞ്ഞാൽ? ഹെഖ്ദ് എന്ന് പറഞ്ഞാൽ ഒരാളോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞിട്ട് അയാൾ ഒരിക്കലും നന്നാകുന്നത് പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലെത്തുക. അതാണ് ഹെഖ്ദ് എന്ന് പറയുന്നത്, പക എന്ന് പറയുന്നത്. അതുണ്ടാകാൻ പാടില്ല. അയാളുടെ നാശത്തിൽ സന്തോഷിക്കുക, അല്ലെങ്കിൽ അയാൾ ആ തെറ്റ് തിരുത്തുന്നത് പോലും നമുക്ക് താല്പര്യമില്ലാത്ത അവസ്ഥയാവുക, അങ്ങനെയുള്ള അന്ധമായ വെറുപ്പ്, അത് പാടില്ല. അത് ഒരു മുബ്തദിഇനോട് പോലും, ഒരു ഫാസിഖിനോട് പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ മിതമായി വെറുക്കുക. കാരണം എന്തെങ്കിലും ഒരു പക്ഷേ ആ വെറുപ്പ് നീങ്ങാൻ സാധ്യതയുണ്ട്. ആ വെറുപ്പ് നീങ്ങുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും? ചിലപ്പോൾ നമ്മൾ നേരത്തെ അമിതമായി വെറുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായി പറഞ്ഞിട്ടുണ്ടാകും. അത് നമുക്ക് പിന്നെ എന്ന് മനസ്സിൽ ഒരു കരടായി അവിടെ കിടക്കും. അത് സൂക്ഷിക്കുക. عن زيد بن أسلم رحمه الله عن أبيه قال عمر رضي الله عنه ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അസ്ലം, തന്റെ ശിഷ്യനായ അസ്ലം റഹിമഹുല്ലാ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ യകുൻ ഹുബ്ബുക കലഫൻ. നേരത്തെ പറഞ്ഞ അസറിന്റെ അതേ ആശയം തന്നെ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ലാ യകുൻ ഹുബ്ബുക കലഫൻ, നിന്റെ സ്നേഹം ഒരു ഭാരമായി മാറരുത്. ഒരാളെ സ്നേഹിച്ചാൽ അവന് നമ്മുടെ സ്നേഹം ഒരു ഭാരമായി മാറുക. അതെങ്ങനെയാണ്? എപ്പോഴും അവനെ കണ്ടുകൊണ്ടിരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ ആവരുത്. വലാ ബുഗ്ളുക തലഫൻ, നിന്റെ വെറുപ്പ് ഒരു നാശവുമായി മാറരുത്. പറഞ്ഞാൽ ഒരാളെ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ നശിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടാകരുത്. ഖാല ഖുൽതു, അപ്പോൾ ഈ വാക്ക് കേട്ട വ്യക്തി ചോദിച്ചു, വക്കൈഫ ദാക്, എങ്ങനെയാണ് നമ്മുടെ സ്നേഹം ഒരാൾക്ക് ഭാരമാവുക? എങ്ങനെയാണ് നമ്മുടെ വെറുപ്പ് ഒരാളുടെ നാശമായി മാറുക? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഇദാ അഹ്ബബ്ത ഫലാ തുകല്ലിഫ് കമാ യുകല്ലിഫു സ്വബിയ്യു, ഇദാ അഹ്ബബ്ത ഫലാ തക്ലഫ് കമാ യക്ലഫു സ്വബിയ്യു ബിശ്ശൈഇ. നീ സ്നേഹിച്ചാൽ, എന്തെങ്കിലും ഒരു വസ്തുവിനെ, ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരു കുട്ടി ഒരു സാധനത്തെ ഇഷ്ടപ്പെട്ടതുപോലെ ആകരുത്. അതാണ് ഭാരമാവുക എന്ന് പറഞ്ഞത്. ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും സാധനത്തെ ഇഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും? അത് കിട്ടിയേ അടങ്ങുള്ളൂ, അത് കയ്യിൽ നിന്ന് വെക്കൂല. അങ്ങനെയുള്ള അവസ്ഥയാകരുത്. അതുപോലെ തന്നെ വഇദാ അബ്ഗൽത ഫലാ തുബ്ഗിൽ ബുഗ്ളൻ തുഹിബ്ബു അൻ തുത്ലിഫ സാഹിബക ഔ തുഹ്ലിക്. അതുപോലെ വെറുത്താൽ നിന്റെ കൂട്ടുകാരൻ അഥവാ ആരെയാണോ നീ വെറുക്കുന്നത് ആ വ്യക്തിയെ നശിപ്പിക്കണം എന്ന് വാശി പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. عن أبي وائل رحمه الله قال انطلقت أنا وأخي إلى الربيع بن خثيم. അബൂ വാഇൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഞാനും എൻ്റെ ഒരു സഹോദരനും കൂടി റബീഉ ബിൻ ഖുസൈം റഹിമഹുല്ലാ എന്ന ഇമാമിനെ സന്ദർശിച്ചു. റബീഉ ബിൻ ഖുസൈമിനെ കുറിച്ച് നമ്മൾ കുറെ അസറുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ശിഷ്യനാണ്. ഫഇദാ ഹുവ ജാലിസുൻ ഫിൽ മസ്ജിദ്, അദ്ദേഹം മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, മാ ജാഅ ബിക്കും, എന്താണ് നിങ്ങൾ വരാനുള്ള കാരണം? ഖാലു ജിഅനാ ലിതദ്കുറല്ലാഹ ഫനദ്കുറഹു മഅക്, ഞങ്ങൾ വന്നത് എന്തിനാണ്? താങ്കൾ അള്ളാഹുവിനെ കുറിച്ച് പറയും, അള്ളാഹുവിനെ ഓർക്കും, ദിക്ർ ചെയ്യും, അപ്പൊ ഞങ്ങൾക്കും അള്ളാഹുവിനെ ഓർക്കാം, അതിനുവേണ്ടിയാണ്. വതഹ്മദല്ലാഹ ഫനഹ്മദഹു മഅക്, അതുപോലെ താങ്കൾ അള്ളാഹുവിനെ സ്തുതിക്കും, അപ്പോൾ താങ്കളുടെ കൂടെ ഞങ്ങൾക്കും അള്ളാഹുവിനെ സ്തുതിക്കാം, അതിന് വന്നതാണ്. അപ്പോൾ സലഫു സാലിഹ്യങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. അവരുടെ സംസാരം ദിക്റായിരുന്നു. അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചല്ല സംസാരിക്കുക. അവർ സംസാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച്, അങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇത് കേൾക്കുന്നവനും ഈമാൻ കൂടും, അവനും അള്ളാഹുവിന് ഓർമ്മ വരും, അള്ളാഹുവിനെ സ്തുതിക്കും. ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഫറഫഅ യദൈഹി, റബീഉ ബിൻ ഖുസൈം റഹിമഹുല്ലാ കൈ ഉയർത്തി, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സ്തുതി. അല്ലദീ ലം തഖൂല, കാരണം എന്താണ്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്ത് പറഞ്ഞില്ല? ജിഅനാ ലിതശ്റബ ഫനശ്റബ മഅക്, നിങ്ങൾ എന്തെങ്കിലും കുടിക്കുമ്പോൾ നിങ്ങളെ കൂടെ കുടിക്കാം. ഹലാലോ ഹറാമായിട്ട് എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൂടെ അങ്ങനെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചല്ലോ നിങ്ങൾ വന്നത്, ദീനിന്റെ ആവശ്യത്തിനാണല്ലോ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കാരണം ഇങ്ങനെയുള്ള ഹുബ്ബ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, ഒരാളുടെ അടുത്ത് നമ്മൾ പോയാൽ നമ്മുടെ ഈമാൻ കൂടുമല്ലോ
എന്ന് ഓർത്തിട്ടുള്ള സ്നേഹവും പരസ്പരമുള്ള സന്ദർശനമൊക്കെ വളരെ അപൂർവമാണ്. അത് നമ്മൾ തന്നെ ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഒരാളെ കാണാൻ പോയത് അത് വളരെ കുറവായിരിക്കും. മറ്റെന്തെങ്കിലും താല്പര്യം കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പരസ്പരം സന്ദർശിക്കും. നേരെ മറിച്ച് ഈമാൻ കൂടണം എന്നുള്ള ഉദ്ദേശത്തിൽ പരസ്പരം സന്ദർശിക്കുകയും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ അപൂർവമായ സംഭവമാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ദീനിലുള്ള ആളുകൾ തന്നെ കൂടുകയാണെങ്കിൽ എന്തിനായിരിക്കും? അവിടെ ചിലപ്പോൾ ഒരു ഭക്ഷണം, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തിന്നാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യാനുണ്ടായിരിക്കും, ചിലപ്പോൾ ദീനുമായി ബന്ധമുള്ളതായിരിക്കും. പക്ഷെ നേർക്കുനേരെ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമായിക്കൊള്ളുന്നില്ല. അതിനുവേണ്ടി പരസ്പരം സന്ദർശിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. സുഇല മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ, ഇമാം മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാ ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി ഫിദ്ദുനിയ അഫ്ളൽ, ദുനിയാവിൽ ഏറ്റവും അഫ്ളലായ പ്രവൃത്തി എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അഫ്ളലായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനമുള്ള പ്രവൃത്തി എന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. നേരെ മറിച്ച് വളരെ ഫضലുള്ള ശ്രേഷ്ഠതയുള്ള ഒരു അമൽ പറഞ്ഞു തരാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, സുഹ്ബത്തുൽ അസ്ഹാബ്, നല്ല സുഹൃത്തുക്കളുമായുള്ള സൗഹൃദം, അവരുമായി സഹവസിക്കുക എന്നുള്ളതാണ്. മുഹാദസത്തുൽ ഇഖ്വാൻ ഇദസ്തഹബു അലൽ ബിർരി വത്തഖ്വ, തഖ്വയുടെയും അതുപോലെ തന്നെ നന്മയുടെയും വിഷയത്തിൽ പരസ്പരം നമ്മുടെ സഹോദരൻ കൂടി സംസാരിക്കുക, നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞു. അൻ മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാ റഹിമഹുല്ലാ, താബിഈയാണ്, സഹാബിയുടെ മകനാണ്. അദ്ദേഹം പറയുന്നു, ഖാല ലിഖാഉ ഇഖ്വാനി അഹബ്ബു ഇലയ്യ മിൻ ലിഖാഇ അഹ്ലി, എനിക്ക് ദീനിന്റെ പേരിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദരങ്ങളെ കാണുന്നതാണ് എൻ്റെ വീട്ടുകാരെ കാണുന്നതിനേക്കാൾ ഇഷ്ടം. അഹ്ലി യഖൂലൂൻ യാ അബി യാ അബി, എൻ്റെ വീട്ടുകാരെന്ത് പറയും? വീട്ടിൽ ചെന്നാൽ കുട്ടികൾ ഉപ്പ ഉപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഇഖ്വാനി, എന്നാൽ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്നാലോ, യദ്ഊന ലി ബിദഅവ, അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതും നമ്മുടെ ഇടയിൽ കുറവുള്ളൊരു കാര്യമാണ്. അറബികളുമായിട്ട് ഇടപഴകിയ ആളുകൾക്ക് അറിയാമായിരിക്കും, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിനിടയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് സഹാബത്തിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഒക്കെ ജീവിതത്തിൽ കാണാവുന്നതാണ്. പരസ്പരം സംസാരിക്കുമ്പോൾ താൻ ആരോടാണ് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അർജു ഫിഹൽ ഖൈർ, ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഖൈർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഖാലൽ ഔസാഇ റഹിമഹുല്ലാ, ഇമാം ഔസാഇ റഹിമഹുല്ലാ അറിയപ്പെട്ടൊരു ഇമാമാണ്, താബിഈയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിൽ പറയുന്നത്, അദ്ദേഹം വലിയ അദബുള്ളൊരു വ്യക്തിയായിരുന്നു, വലിയ മര്യാദയുള്ള നല്ല സ്വഭാവ ശുദ്ധിയുള്ള ഒരാളായിരുന്നു. യത്തീമായിട്ടാണ് അദ്ദേഹം വളർന്നത്. പണ്ട് കാലത്ത് രാജാക്കന്മാരും അതുപോലെ തന്നെ വലിയ സ്ഥാനങ്ങളിലുള്ള ആളുകൾ, സമ്പന്നരായ ആളുകളൊക്കെ അവരുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കാൻ വേണ്ടി, നല്ല മര്യാദകൾ പഠിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ രാജാക്കന്മാർ കൊട്ടാരത്തിൽ അധ്യാപകന്മാരെ നിയമിക്കും, മുഅദ്ദിബ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അധ്യാപകർക്ക് മുഅദ്ദിബ് എന്ന് പറയാം, അദബുണ്ടാക്കുന്നവൻ. കാരണം ഇൽമിന്റെ ലക്ഷ്യം അദബാണ് എന്ന് അന്നത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിരുന്നു. ദീനുള്ള ആളുകൾ മാത്രമല്ല, ദീനില്ലാത്ത ആളുകൾ പോലും, പണക്കാരായിട്ടുള്ള ആളുകൾ, രാജാക്കന്മാർ, അവരൊക്കെ അന്വേഷിക്കും നല്ല സ്വഭാവ ഗുണങ്ങളുള്ള മര്യാദയുള്ള അധ്യാപകരെ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കും. അപ്പോൾ സാധാരണഗതിയിൽ രാജാക്കന്മാരുടെയൊക്കെ മക്കൾ നല്ല അദബുള്ളവരായിട്ട് വളരും. അങ്ങനെയുള്ളതുകൊണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത്? അവർക്കറിയാമായിരുന്നു ദുനിയാവിൽ വിജയിക്കാൻ പോലും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് അദബാണ്, സ്വഭാവ ഗുണങ്ങളാണ്. അതിന്ന് മനുഷ്യർ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കുറെ വൈകിട്ടാണെങ്കിലും പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇമാം ഔസാഇ അദ്ദേഹം യത്തീമായിരുന്നു. അദ്ദേഹത്തിന് അദബ് പഠിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ അധ്യാപകനൊന്നും ഉണ്ടായിട്ടില്ല, ഉപ്പ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ആളുകൾ ചോദിക്കുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിക്കുന്ന അദബ് അദ്ദേഹത്തിനുണ്ടായിരുന്നു, നല്ല സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മര്യാദയുള്ള ആളായത്? എവിടെ നിന്നാണ് ഈ സ്വഭാവങ്ങളൊക്കെ പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആളുകളെ നിരീക്ഷിക്കും, മറ്റുള്ള കുട്ടികളൊക്കെ നിരീക്ഷിക്കും. എന്നിട്ട് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും അതിനെ മറ്റുള്ളവർ പുകഴ്ത്തുകയും ചെയ്യുന്നത് കണ്ടാൽ ഞാനത് ചെയ്യും. ഇന്ന കുട്ടി ഇന്ന കാര്യം ചെയ്തു, ഇങ്ങനെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ആളുകൾ അവനെക്കുറിച്ച് ഖൈർ പറയുന്നത് കേട്ടാൽ ഞാനും അതുപോലെ ചെയ്യും. നേരെ മറിച്ച് ആരെങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേട്ടാൽ, ഒരാൾ ഇന്ന പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറ്റം പറയുന്നത് കേട്ടാൽ ഞാനത് ശ്രദ്ധിച്ച് ആ സ്വഭാവം ഒഴിവാക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അർ റഫീഖു ബിമൻസിലത്തി റുക്അതി ഫി സൗബ്,
ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രത്തിലെ ഒരു കഷ്ണം പോലെയാണ്. നമ്മുടെ ഡ്രസ്സിൽ ചിലപ്പോൾ ചില വസ്ത്രങ്ങളിലൊക്കെ കുറെ കഷ്ണങ്ങൾ കൂട്ടി കുറെ ഭാഗങ്ങളുണ്ടായിരിക്കും ഒരു വസ്ത്രത്തിന്. വസ്ത്രത്തിലെ ഒരു ഭാഗം പോലെയാണ് ഒരു സുഹൃത്ത്. ഇദാലം തുഷ്ബിഹു ഷാനത്ഹു, ആ കഷണം ആ വസ്ത്രത്തിനോട് യോജിക്കുന്നില്ലെങ്കിൽ അതതിനെ വികൃതമാക്കും. ഒരാൾ ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അതിൽ നടുവിൽ എവിടെയെങ്കിലും ഒരു ചുവപ്പ് കളർ കഷ്ണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കഷ്ണം, അത് എന്ത് ചെയ്യും? പരസ്പരം മാച്ച് ആയിട്ടില്ലെങ്കിൽ ആ വസ്ത്രത്തെ വികൃതമാക്കും. അതുപോലെയാണ് സുഹൃത്തുക്കൾ. നമുക്ക് യോജിച്ച സുഹൃത്തുക്കളെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി, അവന്റെ ജീവിതം, അവന്റെ സ്വഭാവം ഒക്കെ വികൃതമാകും, വികലമാകും. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ പലതും സുഹൃത്തുക്കൾ വഴിയായിരിക്കും. അപ്പോൾ പരസ്പരം യോജിപ്പ് എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, ഒരു മുഅ്മിനെ അല്ലാതെ നീ സഹവസിക്കരുത്. ഒരു മുഅ്മിനോടല്ലാതെ സുഹബത്ത്, നിരന്തരമായ സഹവാസം, എന്തെങ്കിലും യാദൃശികമായ ഇടപാടുകളെ കുറിച്ചല്ല പറയുന്നത്. നിരന്തരമായി ഒരു സുഹൃത്തായി സഹവാസിയായി തിരഞ്ഞെടുക്കുന്നത് ഒരു മുഅ്മിനെ ആയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഏതൊരു അക്രമിയുടെയും കൂടെ മറ്റൊരു അക്രമി ഉണ്ടാകും. അവന് കാരണമായി, അവന്റെ ലലാലത്തിന് സബബായിട്ട് ഒരു അക്രമിയെ നമുക്ക് കൂടെ കാണാൻ പറ്റും. ഫിറോന്റെ കൂടെ ഹാമാൻ ഉണ്ടായിരുന്നു, മന്ത്രിയായി, ഫിറോന്റെ എല്ലാ ധിക്കാരത്തിനും സഹായിയായിട്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ ഹാറൂൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ലവരുടെ കൂടെ നല്ലവരായ സഹവാസികൾ, സുഹൃത്തുക്കൾ ഉണ്ടാകും. നശിച്ചു പോയവരുടെ കൂടെ ആ നാശത്തിന് കാരണമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അപ്പോൾ പരസ്പരം യോജിച്ച, നമ്മുടെ ദീനിനോട് യോജിച്ച സുഹൃത്തിനെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തെ വികലമാക്കുക തന്നെ ചെയ്യും. ഖാല അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ മുനാസിർ റഹിമഹുല്ലാഹ്, അൽ മുഅ്മിനു യത്ലുബു മആദിറ ഇഖ്വാനിഹി. ഒരു മുഅ്മിന്റെ സ്വഭാവം ഈ വിഷയത്തിൽ, പരസ്പരമുള്ള സൗഹൃദത്തിന്റെ കാര്യത്തിൽ, ബന്ധങ്ങളുടെ കാര്യത്തിൽ ഒരു മുഅ്മിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? യത്ലുബു മആദിറ ഇഖ്വാനിഹി, തന്റെ സഹോദരങ്ങൾക്ക് അവൻ ഉദ്റുകൾ അന്വേഷിക്കും. ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഒരു വീഴ്ച കണ്ടു, അപ്പൊ അവൻ എന്തെങ്കിലും ഉദ്റുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക. ഒരാളിപ്പോ ഒരു പ്രാവശ്യം ജമാഅത്തിന് കണ്ടില്ല, നമസ്കാരത്തിന്, സ്ഥിരമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ്, ദീനുള്ള ആളാണ്. അപ്പൊ ഒരു ദിവസം കണ്ടില്ല, എന്താണ് വിചാരിക്കേണ്ടത്? അവൻ എന്തെങ്കിലും ഉദ്റുണ്ടായിരിക്കും. ജമാഅത്ത് ഉപേക്ഷിക്കാനുള്ള ഉദ്റുകളുണ്ട്. ചില സാഹചര്യങ്ങളിൽ ജമാഅത്ത് ഒഴിവാക്കാൻ അനുവാദമുണ്ട്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്താണ്? ഭക്ഷണം വിളമ്പിയാൽ ഇതാ ഹദറൽ അശാഉ, പിന്നെ രാത്രി ഭക്ഷണം എത്തിയാൽ നിങ്ങൾ തിന്നുക, എന്നിട്ട് നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമസ്കരിച്ചാൽ മതി. കരുതി കൂട്ടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, യാദൃച്ഛികമായി ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഭക്ഷണം റെഡിയായി എന്ന് പറയുന്നത്, നമുക്ക് വിശപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഭക്ഷണം അവിടെ എടുത്ത് ഒഴിവാക്കി വിശപ്പ് സഹിച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കണമെന്നില്ല. ഇതുപോലെ പല ഉദ്റുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉദ്റുണ്ടായിരിക്കും എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രോഗിയായിരിക്കും എന്ന് വിചാരിക്കുക. വ്യക്തമായി നമുക്ക് തെളിയാത്തിടത്തോളം കാലം, അവൻ കരുതി കൂട്ടി നമസ്കാരം ഒഴിവാക്കിയതാണ്, ജമാഅത്ത് ഉപേക്ഷിച്ചതാണ് എന്ന് തെളിയാത്തിടത്തോളം കാലം ഉദ്റുകൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അതുപോലെ എന്ത് കാര്യമായാലും യത്ലുബു മആദിറ ഇഖ്വാനിഹി, തന്റെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ഇളവുണ്ടായിരിക്കും, എന്തെങ്കിലും കാരണമുണ്ടായിരിക്കും എന്ന് അന്വേഷിക്കും, എന്ന് വിചാരിക്കും ഒരു മുഅ്മിൻ. വൽ മുനാഫിഖ്, മുനാഫിഖ് ആണെങ്കിലോ യത്ലുബു അസറാത്തി ഇഖ്വാനിഹി, തന്റെ സഹോദരങ്ങളുടെ അസറാത്ത്, അസറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വീഴ്ചകൾ, അബദ്ധത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ, കാല് തെറ്റി വീഴുന്നതിനൊക്കെ അസറത്ത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ദീനിന്റെ വിഷയത്തിൽ സംഭവിക്കുന്ന ഭാഗപ്പിഴവുകൾ അത് അന്വേഷിച്ച് നടക്കും ഒരു മുനാഫിഖ്. ഇത് വളരെ പേടിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക്, ഈ ചില ആളുകൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പെടും. ചില സമയത്ത് ഓരോരുത്തരും ഈ റോള് അഭിനയിക്കും, ഈ റോളിൽ എത്തും. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാൻ ആഗ്രഹിക്കും. അതെന്തെങ്കിലും ചെറുത് കിട്ടിയാൽ പറഞ്ഞ് വലുതാക്കും, അത് പ്രചരിപ്പിക്കും, അതിൽ സന്തോഷിക്കും. ഇതൊക്കെ വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആരെങ്കിലും തൻ്റെ മുഅ്മിനായ ഒരു സഹോദരന്റെ ഒരു തെറ്റിൽ സന്തോഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തെറ്റ് ചെയ്തവന് ആ തെറ്റിൽ നിന്ന് മടങ്ങാനുള്ള അവസരം കൊടുക്കും. ഈ സന്തോഷിച്ച, പരിഹസിച്ച വ്യക്തിക്ക് അവനെ കൊണ്ട് ആ തെറ്റ് ചെയ്യിപ്പിക്കും എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ധാരാളമായി തെളിഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു തെറ്റിന്റെ പേര് സന്തോഷിക്കാൻ പാടില്ല. തെറ്റ് വൻപാപമാണെങ്കിൽ ഒരാൾ പരസ്യമായിട്ട് അത് ചെയ്താൽ, തൗബ ചെയ്യാതെ അതിൽ ഉറച്ചു നിന്നാൽ അയാളെ നമുക്ക് വെറുക്കാം, അകറ്റാം,
സന്ദർഭത്തിനനുസരിച്ച് അകറ്റിയാൽ കൂടുതൽ വഷളാകുന്ന ആളാണെങ്കിൽ അവരെ അകറ്റാൻ പാടില്ല. നേരെ മറിച്ച് അവനോട് വെറുപ്പ് കാണിച്ചാൽ അവൻ മടങ്ങും എന്നുണ്ടെങ്കിൽ ആ വെറുപ്പ് നമുക്ക് കാണിക്കാം, അതിൽ തെറ്റില്ല. ചിലപ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെ ഉപദേശിക്കേണ്ടി വരും, അവനോട് ദേഷ്യം കാണിക്കേണ്ടി വരും. പക്ഷെ അതിൽ സന്തോഷിക്കാൻ പാടില്ല. ഒരാളുടെ തെറ്റിൽ ഒരിക്കലും സന്തോഷിക്കാൻ നമുക്ക് അനുവാദമില്ല. അപ്പോൾ അതൊരു മുനാഫിക്കിന്റെ സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് വിശ്വസിച്ച ആളുകളെ. ഈ അസർ അദ്ദേഹം സ്വന്തമായി കണ്ടുപിടിച്ചതല്ല, ഹദീസിൽ വന്നിട്ടുള്ള ആശയം മറ്റൊരു വാക്കിലൂടെ പറഞ്ഞു എന്ന് മാത്രം. വിശ്വാസം പറയുകയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ച ആളുകളെ. വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, ഖൽബിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ലാത്തവരെ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാസം പറയാൻ, ലാ തത്തബിഉ ഔറാത്തൽ മുസ്ലിമീൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ, നഗ്നത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രവൃത്തിയിലുള്ള കുറവുകൾ, അത് നിങ്ങൾ അന്വേഷിക്കരുത്. അതന്വേഷിച്ചാൽ മൻ തതബ്ബഅ ഔറത അഖീഹി, ആരാണോ തന്റെ സഹോദരന്റെ ന്യൂനതകൾ അന്വേഷിച്ച് പരതി നടക്കുന്നത്, തതബ്ബഅ അല്ലാഹു ഔറതഹു, അവന്റെ ന്യൂനതകൾ അല്ലാഹു അന്വേഷിക്കാൻ തുടങ്ങും. വമൻ തതബ്ബഅ അല്ലാഹു ഔറതഹു, അല്ലാഹു ആരുടെ ഔറത്താണോ അന്വേഷിക്കുന്നത്, ആരുടെ കുറവുകളാണോ അല്ലാഹു സൂക്ഷ്മമായി പിടിക്കാൻ തുടങ്ങുന്നത്, ഫളഹ, അല്ലാഹു അവനെ വഷളാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ കുറവുകൾ പുറത്തു കണ്ടുവരും. അപ്പൊ ഇത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്, ആളുകളുടെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കുക എന്നുള്ളത്. നേരെ മറിച്ച് ലാഹിറായി കാണുന്ന തെറ്റുകൾ, അതിന്റെ പേരിൽ നമുക്ക് നസീഹത്തുണ്ടാവണം. ഇപ്പോൾ ഒരാൾ പരസ്യമായി തെറ്റ് ചെയ്ത് നടക്കുന്ന ആളാണ്, അവനെ കൊണ്ട് മറ്റുള്ളവർക്കും ഉപദ്രവമുണ്ട്. നമുക്ക് ആളുകളോട് പറയാം, മറ്റുള്ളവർക്ക് അവന്റെ ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇന്ന വ്യക്തി ഇന്നാലിന്ന തെറ്റ് ചെയ്യുന്നവനാണ്, അവനെ സൂക്ഷിക്കുക, അവന്റെ കൂടെ നടക്കുന്നത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൻ വിവാഹം അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിശദമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല, അതിനപ്പുറത്ത് സന്തോഷം മനസ്സിൽ തോന്നുക, അല്ലെങ്കിൽ നമ്മുടെ പ്രതികാരം തീർക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുക, ഇങ്ങനെയുള്ള സ്വഭാവം ഒരാൾ കാണിച്ചാൽ അത് അവന്റെ മനസ്സിൽ നിഫാഖുണ്ട് എന്നതിന്റെ അടയാളമാണ്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരട്ടെ. ഖാല ഷാഫി റഹിമഹുല്ലാ, ഇമാം ഷാഫി റഹിമഹുല്ലാ പറഞ്ഞു, ലാ ഖൈറ ലക ഫി സുഹ്ബതി മൻ തഹ്താജു ഇലാ മുദാറാതിഹി, ആരെയാണ് സുഹൃത്താക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇമാം ഷാഫിയുടെ ഒരു ഉപദേശമാണ്. ലാ ഖൈറ ലക ഫി സുഹ്ബതി മൻ തഹ്താജു ഇലാ മുദാറാതിഹി, ഒരാളുടെ മുന്നിൽ മുദാറാത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ, മുദാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുദാറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചില ആളുകളോട് ചില കാര്യങ്ങൾ മറച്ചു വെക്കും, അവരോട് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ മുന്നിൽ ചെറുതായിട്ട് അഭിനയിക്കും. അങ്ങനെയുള്ള പ്രവർത്തനത്തിനാണ് മുദാറാത്ത് എന്ന് പറയാം. നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് അവൻ്റെ മുന്നിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു നയം, എന്താണ് മലയാളത്തിൽ ഒറ്റ വാക്കെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ അയാളുടെ മുന്നിൽ അഭിനയിച്ച് നടക്കേണ്ടി വരിക, അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അവനോട് സഹവസിക്കുന്നതിൽ ഖൈറില്ല. എന്ന് പറഞ്ഞാൽ ചില സുഹൃത്തുക്കളുണ്ടാവും നമുക്ക്, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സുഹൃത്തുക്കൾ പലതരത്തിലുണ്ടാവും. ചില ആളുകളോട് നമുക്ക് എന്തും പറയാൻ സാധിക്കും, മറ്റു ചില ആളുകളോട് നമുക്ക് എപ്പോഴും പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടി വരും. അവരോട് സംസാരിച്ചാൽ നമുക്ക് പേടിയായിരിക്കും, അറിയാതെ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്ന് ഇവൻ അത് പിടിച്ചു തൂങ്ങുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരിക്കും. അങ്ങനെ നീ പേടിക്കുന്ന ഒരാളോട് സഹവസിക്കുന്നതിൽ അർത്ഥമില്ല. അൻ ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാ, ഇമാം ബിശ്ർ ബിൻ ഹാരിസ് റഹിമഹുല്ലാ പറയുന്നു, ഉൻദുർ അശദ്ദൻ നാസി തവഖിയൻ, നീ ഒരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്താണ് നോക്കേണ്ടത്? ഉൻദുർ, നീ നിരീക്ഷിക്കുക, നീ പരിശോധിക്കുക, അശദ്ദൻ നാസി തവഖിയൻ, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയുള്ള ആൾ, ഹറാമുകൾ പറ്റിപ്പോകുമോ എന്ന്, തെറ്റ് ചെയ്തു പോകുമോ എന്ന് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആൾ. വ അഅഫഹും, ഏറ്റവും കൂടുതൽ ഇഫ്ഫത്തുള്ളയാൾ. ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ ഹറാമുകൾ മുന്നിൽ വരുമ്പോൾ അത് ചെയ്യാതെ മാറി നിൽക്കാനുള്ള ക്ഷമ, സബർ, അതാണ് ഇഫ്ഫത്ത് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഇഫ്ഫത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത് ഒരാളുടെ രഹസ്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ലൈംഗിക വിശുദ്ധി, അതാണ് ഇഫ്ഫത്ത് എന്ന് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യത്തിൽ ഹറാമായ ഒരു രൂപ പോലും എൻ്റെ വയറ്റിലേക്ക് പോകരുത്, ഒരു ഹറാമായ ഒരു ഭക്ഷണം ഞാൻ തിന്നരുത്, ഹറാമായൊരു ചെറിയ തുക പോലും സമ്പാദിക്കരുത് എന്നുള്ള മനസ്ഥിതി, അതിനും ഇഫ്ഫത്ത് എന്ന് പറയും. അപ്പൊ ഇഫ്ഫത്ത് ഉള്ള ആൾ അന്വേഷിക്കുക. വഅത്യബഹും കസ്ബൻ, ഏറ്റവും ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുന്നവനെ നീ അന്വേഷിക്കുക. നമുക്കറിയാം, സമ്പാദ്യം പലതരത്തിലുണ്ടാകും. പറ്റ ഹറാമായിട്ടുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാകും, പലിശ
വാങ്ങുന്ന ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ ബാങ്കിലെ ജോലി ഉണ്ടാകും. അതൊക്കെ സമൂഹത്തിൽ ഇന്ന് മാന്യമായ ജോലിയായിട്ടാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അതിൽ താഴെ പല ദർജയിലുള്ള ഹറാമുകൾ ഉണ്ടായിരിക്കും, വ്യക്തമായ ഹറാം ഉണ്ടായിരിക്കും, സംശയമുള്ള കാര്യം ഹലാലോ ഹറാമോ എന്ന് സംശയമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, ശുദ്ധമായ ഹലാലായ വരുമാനമുള്ളവരുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും നല്ല വരുമാനമുള്ളവനെ നോക്കുക, ഫജാലിസ്ഹു. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് തഖ്വയുള്ള, ഇഫ്ഫത്തുള്ള, ഹലാലായ വരുമാനമുള്ള ആൾ അന്വേഷിക്കുക. ഫജാലിസ്ഹു, അവന്റെ കൂടെ ഇരിക്കുക. അത് ചിലപ്പോൾ വളരെ ദരിദ്രനായിരിക്കും, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ഒരാളായിരിക്കും, യാതൊരു സംശയവുമില്ല അവന്റെ വരുമാനം ഹലാലാണ്. ചിലപ്പോൾ കടല വെക്കുന്ന ആളായിരിക്കും, അവൻ കടല വാങ്ങുന്നു വിൽക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ശുദ്ധമായ വരുമാനമുള്ള ആളെ അന്വേഷിക്കുക, ഇഫ്ഫത്തുള്ള ആളെ അന്വേഷിക്കുക. ഫജാലിസു, അവന്റെ കൂടെ ഇരിക്കുക. വലാ തജ്ലിസ് മൻ ലാ യഅനീക മൻ ലാ യുഈനുക അലാ ആഖിറതിക. നിന്റെ ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കാത്ത ഒരാളുടെ അടുത്ത് നീ ഇരിക്കരുത്. ഒരാളുടെ അടുത്ത് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈമാൻ കൂടുകയാണോ കുറയുകയാണോ, നമുക്ക് ദീനിയായി ഉപകാരമാണോ ഉപദ്രവമാണോ, അത് അന്വേഷിച്ച് നോക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഹവസിക്കുക. അൻ ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നു ജുറൈജ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ അൻത ലഖീത അഖാക്, പരസ്പരമുള്ള സാഹോദര്യ ബന്ധങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തിൽ കാണിക്കേണ്ട ഒരു അദബിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടിയാൽ ഫലാ തസ്അൽഹു മിൻ ഐന ജിഅ്ത, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കരുത്. ഒരാള് നടന്നു വരുന്നുണ്ട്, ആ വഴിയിൽ കണ്ടാൽ നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കരുത്. അപ്പോൾ മുൻഗാമികൾ കാണിച്ചിരുന്ന അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുടെ ഒരു ഉദാഹരണമാണിത്. ഇത് ഹറാമായതുകൊണ്ടല്ല, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പാടില്ല എന്നതുകൊണ്ടല്ല, അവർ കാണിച്ചിരുന്ന ഒരു മര്യാദയുടെ അങ്ങേയറ്റത്തെ മര്യാദക്കുള്ളൊരു തെളിവാണ്. ഫലഅല്ലഹു, എന്താണ് കാരണം അങ്ങനെ ചോദിക്കരുതെന്ന് പറയാനുള്ള കാരണം? ഒന്നാമത് അതുകൊണ്ടൊരു ആവശ്യമില്ല, എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? ഒരു കാര്യമില്ല, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവനൊരു നല്ല മുസ്ലിമാണ് എന്ന് പറയാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്, അനാവശ്യമായ വിഷയങ്ങൾ ഒഴിവാക്കുക. ഒരാളെ നമ്മൾ വഴിയിൽ നിന്ന് കാണുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്, ഇവൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് അവന്റെ വിശേഷങ്ങൾ ചോദിച്ചാൽ, നിനക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ അവന് മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അപ്പോൾ അത് ചോദിക്കാം, അത് നല്ല കാര്യമാണ്. അവന് സന്തോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും വാക്ക് പറയുക, അതൊക്കെ നല്ലതാണ്. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യം, അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം അദ്ദേഹം പറയുന്നത്, ഫലഅല്ലഹു അൻ യകൂന ജാഅ മിൻ മകാൻ ലാ യുഹിബ്ബു അൻ യുഅല്ലിമഹു, നമ്മൾ അറിയാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പം വരുന്നത്. അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മോട് പറയാൻ അവൻ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുകയില്ല. അപ്പം എന്ത് സംഭവിക്കും? അങ്ങനെ സംഭവിച്ചാൽ അവന് 2 ഓപ്ഷനേ ഉള്ളൂ. ഫൈൻ ഹദ്ദസക മിൻ ഐന ജാഅ ഫഖദ് ശഖഖത അലൈഹി, ഒന്നുകിൽ സത്യം പറയണം, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അത് പറഞ്ഞാൽ അവന് പ്രയാസമായിരിക്കും, കാരണം അവൻ പറയാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കും. വഇൻ ഹുവ അഖ്ബറക ബിഗൈരി മിൻ ഹൈസു ജാഅ, അവൻ എവിടെ നിന്നാണ് വരുന്നത് അതല്ലാത്തത് പറഞ്ഞാൽ, ഞാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല പറയാൻ, ചിലപ്പോൾ അവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ പഴയ കാലത്തുള്ള എന്തെങ്കിലും ഒരു ഇടപാടിന്റെ ബാക്കിയായിട്ട് ഒരു കേസ് ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വരുന്നത്. ആ കേസ് എന്താണെന്ന് അവൻ പറയാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവൻ അതിന് പകരം വേറെ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ അടുത്താണ് വരുന്നത് എന്ന് പറഞ്ഞു, ഒരു കളവ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കുത്തിബത് ഖദ്ബ, അത് അവന്റെ പേര് ഒരു കളവായി അള്ളാഹു രേഖപ്പെടുത്തും, മലക്കൾ രേഖപ്പെടുത്തും. അപ്പൊ ഇവന് രണ്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നുകിൽ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യം പറയണം, അതല്ലെങ്കിൽ അവനൊരു കളവ് പറയണം. അങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ സലഫുകളെ കുറിച്ച്, മുൻഗാമികളെ കുറിച്ച് പൊതുവായി പറയുകയാണ്. കാന കസീറും മിന സലഫ്, മുൻഗാമികളിൽ ധാരാളം ആളുകൾ അവരുടെ സ്വഭാവമായിരുന്നു യഷ്തരിതു അല അസ്ഹാബിഹി ഫി സഫർ, യാത്രയിൽ കൂടെ പോകുന്ന ആളുകളോട് അവർ ഇങ്ങനെ പറയും, ഷർത്ത് വെക്കും. സംഘമായി അവർ യാത്ര പോവുകയാണെങ്കിൽ അവർ പറയും, യഖ്ദിമഹും, ഞാനാണ് എല്ലാ ഖിദ്മത്തും ചെയ്യുക. യാത്ര എന്ന് പറയുമ്പോൾ പഴയ കാലത്തെ യാത്രയെക്കുറിച്ച് ചിന്തിക്കണം. ഒട്ടകപ്പുറത്തായിരിക്കും, അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും അവർ വിശ്രമിക്കും. അപ്പോൾ ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യേണ്ടി വരും, wudu ചെയ്യാൻ വേണ്ടി വെള്ളം ദൂരെ നിന്ന് കോരിക്കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ പല പണികളുണ്ടാകും. ഇന്നത്തെ പോലെ എളുപ്പമുള്ള യാത്രയല്ല. അപ്പോൾ അവർ പറയും, ഞാൻ നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ ഷർത്താണ്, ഞാനായിരിക്കും എല്ലാ ഖിദ്മത്തും ചെയ്യുന്നത് എന്ന് പറയും. ഇഗ്തിനാമൻ ലി അജ്ലി ദാലിക്, അതിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. കാരണം ആഖിറത്തായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവൻ. ഒരു യാത്ര പോവുകയാണ്, അപ്പോൾ പരലോകത്തിന് വേണ്ടി അമൽ ചെയ്യാൻ വേണ്ടി അള്ളാഹ് തന്ന അവസരമാണ് നമ്മൾ ആയുസ്, അതിലൊരു ദിവസം നമ്മൾ കളയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പൊ യാത്രയിൽ എല്ലാ പണികളും ഞാൻ ചെയ്യാം എന്ന് പറയും. മിൻഹും ആമിർ ഇബ്നു ഖൈസ്, അങ്ങനെ ഷർത്ത് വെച്ചിരുന്ന ആളുകളിൽപ്പെട്ട ആളാണ്
ആമിർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ, അതുപോലെ അംർ ഇബ്നു ഉത്ബ ഇബ്നു ഫർഖദ്. ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പതിവായി പറയാറുള്ള ആളുകളാണ്. മഅ ഇജ്തിഹാദിഹിമാ ഫിൽ ഇബാദത്തി ഫി അൻഫുസിഹിമാ, ഈ രണ്ടുപേരും വളരെയധികം ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു, ഇബാദത്തിന്റെ പേരിൽ അറിയപ്പെട്ടവരാണ്. എന്നാലും ഇങ്ങനെ യാത്രയിൽ അവർ പറയുമായിരുന്നു. വകദാലിക കാന ഇബ്രാഹിം ഇബ്നു അദ്ഹം, അതുപോലെ തന്നെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹം യാത്ര പോകുമ്പോൾ ഇതുപോലെ പറയും, ഞാനായിരിക്കും ഖിദ്മത്ത് ചെയ്യുന്നത്. യശ്തരിത്തു അല അസ്ഹാബിഹി ഫി സഫർ, യാത്രയിൽ കൂടെ പോകുന്നവരോട് അദ്ദേഹം നിബന്ധന വെക്കും, അൽ ഖിദ്മത വൽ അദാൻ, എല്ലാ ജോലികളും ഞാൻ ചെയ്യും, അതുപോലെ ബാങ്കും ഞാൻ കൊടുക്കും. യാത്രയിൽ ബാങ്ക് കൊടുത്ത് ആയിട്ട് അവർ നമസ്കരിക്കുന്നത്, അപ്പൊ അതും അദ്ദേഹം ചെയ്യും എന്ന് നേരത്തെ പറയുമായിരുന്നു. ഖാല വഹബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാ, താബിഈയായ ഒരു മഹാനാണ്. അദ്ദേഹം പറയുന്നു, സലാസുൻ മിൻ റൗഹിദ് ദുനിയ, ദുനിയാവിലെ ആശ്വാസത്തിൽപ്പെട്ടതാണ്, ദുനിയാവിലെ സുഖങ്ങളിൽപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. ലുഖിയുൽ ഇഖ്വാൻ, അള്ളാഹുവിന്റെ പേര് സ്നേഹിക്കുന്ന നല്ല സഹോദരങ്ങളെ കണ്ടുമുട്ടുക. ഇഫ്താറു സ്വായിം, നോമ്പുകാരനെ നോമ്പ് മുറിപ്പിക്കുക, നോമ്പ് തുറക്കാൻ വേണ്ട ഭക്ഷണം കൊടുക്കുക. വത്തഹജ്ജുദു മിൻ ആഖിരിൽ ലൈൽ, രാത്രിയുടെ അവസാന സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുക. ഇത് 3 ദുനിയാവിലെ സുഖങ്ങളിൽപ്പെട്ട കാര്യമാണ്. അൻ മൻസൂർ റഹിമഹുല്ലാ ഖാല ഖാല റജുലുൻ ലിൽ ഹസൻ, ഇമാം ഹസൻ ബസ്രിയോട് ഒരാൾ പറഞ്ഞു, യാ അബാ സഈദ് അർറജുലു യദ്ബഹു ഷാത്ത ഫയദഉഹ വയദ്ഉ അലൈഹ നഫറൻ മിൻ ഇഖ്വാനിഹി. ഇമാം ഹസൻ ബസ്രിയോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരാള് ഒരാടിനെ അറുക്കുന്നു, എന്നിട്ട് തന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, വഅയ്ന ഉലൈക്, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. ദഹബ ഉലൈക്, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്യാറുള്ള കാര്യമായിരുന്നു എന്നർത്ഥം. അനിൽ അലാ ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ ഖാല കാന ഖൈസമ റഹിമഹുല്ലാ യജ്അലു സുററൻ, ഖൈസമ റഹിമഹുല്ലാ അദ്ദേഹം കുറെ കിഴിയിൽ പണം കൊണ്ടുവരും. പള്ളിയിലേക്ക് വരുമ്പോൾ കുറെ കിഴി കെട്ടിയിട്ട് അതിൽ പണവുമായിട്ടാണ് വരിക. ഫയജ്ലിസു ഫിൽ മസ്ജിദ്, എന്നിട്ട് മസ്ജിദിലിരിക്കും. ഫഇദാ റഅ റജുലൻ മിൻ അസ്ഹാബിഹി ഫീ സിയാബിൻ റസ്സ, തന്റെ സുഹൃത്തുക്കൾ നമസ്കരിക്കാൻ വരുമ്പോൾ അവരുടെ വസ്ത്രം നോക്കും, മുഷിഞ്ഞ വസ്ത്രം ഇട്ട് നുരുമ്പിയ പഴയ വസ്ത്രമൊക്കെ ഇട്ടിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ദാരിദ്ര്യം ബാധിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ കണ്ടാൽ യഅ്തറല ഫഅഅതാഹു സുറത്തൻ, അയാളുടെ അടുത്ത് പോയി ഒരു കിഴി അയാൾക്ക് കൊടുക്കും. ഖാല ഉസ്മാൻ ഇബ്നു ഹക്കീം റഹിമഹുല്ലാ ഇസ്ഹബ് മൻ ഹുവ ഫൗഖക ഫിദ്ദീൻ വദൂനക ഫിദ്ദുനിയ. ഉസ്മാൻ ഇബ്നു ഹക്കീം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇസ്ഹബ്, നീ സഹവസിക്കുക, സുഹൃത്താക്കുക. ആരെയാണ് സുഹൃത്താക്കേണ്ടത്? മൻ ഹുവ ഫൗഖക ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ നിന്നേക്കാൾ ഉയർന്നയാൾ, കൂടുതൽ ഇബാദത്തുള്ള ആൾ, കൂടുതൽ ഇൽമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് സഹവസിച്ചാൽ നമുക്ക് അവരുടെ ഇൽമു കിട്ടും, അവരുടെ അഖ്ലാഖ് നമുക്ക് കിട്ടും, അവരുടെ ദീൻ നമുക്ക് കിട്ടും. വദൂനക ഫിദ്ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ നേരെ താഴെയുള്ള ആളുകൾ, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ താഴെയുള്ള ആളുകളോട് സഹവസിച്ചാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും, നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും, അതുകൊണ്ട് നമുക്ക് പ്രതിഫലം ഉണ്ടാകും. അതുപോലെ ഇഖ്ലാസ് ഉണ്ടാകും, ആ ബന്ധത്തിൽ ഇഖ്ലാസ് ഉണ്ടാകും. നമ്മളെക്കാളും മുതിർന്ന ഉയർന്ന ദുനിയാവിന്റെ കാര്യത്തിൽ കൂടുതലുള്ള ആളുകളോട് സഹവസിച്ചാൽ പതുക്കെ അവരുടെ ദുനിയാവ് നമ്മൾ ആഗ്രഹിക്കും. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് തുടങ്ങും, സഹായം ഇങ്ങോട്ടായിരിക്കും തുടങ്ങുന്നത്, നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നെ അത് ശീലമാകും. ആ ബന്ധം മുറിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടമുണ്ടാകും. അതുകൊണ്ട് അത് ഇനി നിലനിർത്താം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ അതിനേക്കാൾ നല്ലത് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ താഴെയുള്ളവരെയും ദീനിന്റെ കാര്യത്തിൽ മുകളിലുള്ള ആളുകളുമായി സഹവസിക്കുക എന്നതാണ്. അൻ യഹ്യ ബിൻ അബി കസീർ റഹിമഹുല്ലാ, വലിയൊരു മുഹദ്ദിസാണ് യഹ്യ ബിൻ അബി കസീർ. അദ്ദേഹം പറയുന്നു, ഖാല ഖൈറുൽ ഇഖ്വാൻ, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ആരാണ്? അല്ലദി യഖൂലു ലി സാഹിബിഹി, അവൻ തന്റെ സുഹൃത്തിനോട് പറയും, തആൽ നസൂം ഖബ്ല അൻ നമൂത്ത്, നീ വാ നമുക്ക് നോമ്പ് നോൽക്കാം, ഖബ്ല അൻ നമൂത്ത്, മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നോമ്പ് നോൽക്കാം എന്ന് പറയുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്ത്. വശറുൽ ഇഖ്വാൻ, ഏറ്റവും മോശപ്പെട്ട സുഹൃത്ത് അല്ലദി യഖൂലു ലി അഖീഹി തആൽ നഅകുൽ വനശ്റബ് ഖബ്ല അൻ നമൂത്ത്, നമുക്ക് മരിക്കുന്നതിന് മുമ്പ് കുറെ തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്ന് പറയുന്നവനാണ് ഏറ്റവും മോശപ്പെട്ട സുഹൃത്ത്. അൻ ജഅഫർ അൽ ബാഖിർ റഹിമഹുല്ലാ ഖാല അശദ്ദുൽ അഅമാലി സലാസ, ഏറ്റവും പ്രയാസപ്പെട്ട അമലുകൾ 3 കാര്യങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഒരാള് ഒരു ഹദീസിലാണെങ്കിൽ പോലും ഏറ്റവും അഫ്ളലായ അമൽ ഇന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും മോശമായ അമൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നാമത്തെ അമൽ അല്ലെങ്കിൽ ഏറ്റവും മോശമായ അവസാനത്തെ അമൽ എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ഏറ്റവും നല്ല അമലുകളിൽ പെട്ടതാണ്, അതുപോലെ ഏറ്റവും മോശമായ അമലുകളിൽ പെട്ടതാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത
അവിടുത്തെ ശേഷം വന്ന താബിഈങ്ങളോ മറ്റോ ഒക്കെ പറഞ്ഞതാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവരുടെ അനുഭവത്തിൽ അങ്ങനെ ആയിരിക്കും. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ജാഫറുൽ ബാഖിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഏറ്റവും പ്രയാസപ്പെട്ട അമല് 3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായിരിക്കാം. ദിക്റുല്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ സമയത്തും ദിക്ർ ചൊല്ലുക, എല്ലാ സമയത്തും ദിക്ർ നിലനിർത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. വ ഇൻസാഫുക മിൻ നഫ്സിക്, നീ നിന്നോട് തന്നെ നീതി പുലർത്തുക, നിന്റെ കാര്യത്തിൽ തന്നെ നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആളുകൾ തമ്മിൽ ഒരു കേസ് ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ അടുത്ത് വന്നിട്ട് അത് തീർക്കാൻ വന്നു, പരിഹാരം ചോദിച്ച് മധ്യസ്ഥനാക്കി നമ്മളെ. അവിടെ നീതി പുലർത്താൻ നമുക്ക് എളുപ്പമായിരിക്കും. 2 ഭാഗവും കേട്ട് നമുക്ക് 2 പേരുടെയും വികാരങ്ങളൊന്നും പരിഗണിക്കാതെ ഹക്കും ബാത്തിലും നോക്കി നമുക്ക് വിധിക്കാൻ പറ്റും. പക്ഷെ ഒരു ഭാഗത്ത് നമ്മളാണെങ്കിലോ നമ്മുടെ ഭാഗം തന്നെയായിരിക്കും ശരി, നമ്മുടെ അടുത്ത് യാതൊരു തെറ്റുമുള്ളതായി നമ്മുടെ മനസ്സിൽ ഓർമ്മ വരിക പോലുമില്ല. നമ്മുടെ തെറ്റുകൾ നമ്മൾ കണ്ണടക്കും. നേരെ മറിച്ച് നമുക്കെതിരായിട്ട് വിധിക്കുക, ഒരു ഇടപാടുണ്ടായി അതിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റെന്ന് സമ്മതിക്കുക, അതാണ് ഇൻസാഫ്, നീതി പുലർത്തുക എന്നുള്ളത്. ഈ അടുത്ത കാലത്തായി ഒരു ആലിം പറയുന്നത് കേട്ടു. അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു വിവാഹാലോചന വന്നു. ഒരു അയൽവാസിയാണ്, തൊട്ടടുത്തുള്ള ആള് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ഈ വിവാഹം അന്വേഷിച്ച ചെറുപ്പക്കാരന്റെ ഉപ്പയോട് ചോദിച്ചു, അയൽവാസിയായ മനുഷ്യനോട് ചോദിച്ചു, ഞങ്ങളുടെ മകൻ ഇങ്ങനെ എൻ്റെ മകളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഉപ്പ പറഞ്ഞു, നിന്റെ മകള് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ പോലെയാണ്, ബിൻതുക ബിൻതി, നിന്റെ മകൾ എൻ്റെ മോളാണ്, വലദി ലാ യസ്ലുഹു ലക്കും, പക്ഷെ എൻ്റെ മകൻ നിങ്ങൾക്ക് യോജിച്ചവനല്ല എന്ന് പറഞ്ഞു, അവനതിന് പറ്റിയവനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇൻസാഫ് എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള സ്വഭാവം, അതാണ് ഇൻസാഫ്. നമുക്ക് എതിരാണെങ്കിൽ പോലും, ഇപ്പൊ കിട്ടിയ ചാൻസാണ്, നല്ലൊരു ആലിമിന്റെ മകളാണ്, അവളെ കിട്ടിയിട്ടെങ്കിൽ ഇവൻ നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നൊന്നും വിചാരിച്ചില്ല, എൻ്റെ മകനാണ് പക്ഷെ അവന്റെ സ്വഭാവം ശരിയല്ല എന്ന് ആ ഉപ്പാനോട് പറഞ്ഞു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്വന്തം നഫ്സിനെതിരായിട്ട് ഇൻസാഫ് കാണിക്കുക, നീതി കാണിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. മുവാസാത്തുൽ അഖി മിനൽ മാൽ, അതുപോലെ 3ാമത്തെ കാര്യം പണം കൊടുത്ത് സഹോദരന്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുക, തന്റെ സുഹൃത്തിന്റെ പ്രയാസം നീക്കി കൊടുക്കുക. മുവാസാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ്? അവന്റെ ഒരു വിഷമം അത് ഇല്ലാതാക്കുന്നവരെ, ആ പ്രശ്നം തീർക്കുന്നത് വരെ അവനെ സഹായിക്കുക, അതിനുവേണ്ടി ചെലവഴിക്കുക. അല്ലെ, പല ആളുകളും എന്താ ചെയ്യുക? സുഹൃത്താണ്, അവനൊരു പ്രയാസം വന്നു, അവൻ വന്ന് പറഞ്ഞാൽ ഉപദേശിക്കും, ചിലപ്പോൾ ദീർഘമായി സംസാരിക്കും. പക്ഷെ ചെറിയ ചെലവുള്ള കാര്യമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറും. പിന്നെ ചിലപ്പോൾ അവന് പരിചയമില്ലാത്ത രീതിയിലായിരിക്കും പെരുമാറുക. അതിന് പകരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി സഹായിക്കുക. ഈ കാര്യങ്ങൾ പ്രയാസമുള്ളതാണ്. عن جعفر بن برقان رحمه الله قال لي ميمون بن مهران എന്ന് പറയുന്ന താബിഈ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറയുകയാണ്, യാ ജഅഫർ ഖുൽ ലി ഫി വജ്ഹി മാ അക്റഹ്, നീ എൻ്റെ മുഖത്ത് നോക്കി എനിക്ക് വെറുപ്പുള്ള കാര്യം പറയണം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ എൻ്റെ മുഖത്ത് നോക്കി അത് പറയണം. നീ ഇന്ന പ്രവർത്തിച്ചത് തെറ്റാണ്, ഇന്ന വാക്ക് പറഞ്ഞത് തെറ്റാണ് എന്ന് പറയണം. ഫഇന്ന الرجل لا ينصح اخاه حتى يقول له في وجهه ما يكره, കാരണം ഒരു വ്യക്തി തന്റെ സഹോദരനോട് സുഹൃത്തിനോട് നസീഹത്ത് കാണിച്ചിട്ടില്ല ഏതുവരെ? അവന്റെ മുഖത്ത് നോക്കി അവന് വെറുപ്പുള്ള കാര്യം പറയുന്നത് വരെ. അല്ലെ, ചിലപ്പോൾ നമുക്ക് വിഷമമില്ലാത്ത കാര്യം നമ്മൾ പറയും, പറഞ്ഞാല് നമ്മുടെ സുഹൃത്ത് വിഷമിക്കുകയില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമ്മൾ പറയും, ആ വിഷയങ്ങളിലൊക്കെ നസീഹത്ത് പുലർത്തും. പക്ഷെ അവന്റെ അടുത്തുള്ളൊരു തെറ്റ്, അത് തെറ്റാണ്, ഇന്ന കാര്യം നീ ചെയ്ത് തിരുത്തണം എന്ന് പറയാൻ നമ്മൾ മടിക്കും, അവൻ വിഷമിച്ചാലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ മടിക്കരുത്. അങ്ങനെ മടിച്ചാൽ നമ്മൾ നസീഹത്തില്ലാത്ത ആളാണ്. ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി വന്നു, ഒരു ഓപ്പറേഷൻ ചെയ്യണം, വേദനിക്കും, പക്ഷെ അവന് വേദനിക്കും എന്ന് വിചാരിച്ച് ആ ഓപ്പറേഷൻ ചെയ്യാതെ വിടുമോ? ഒരിക്കലുമില്ല. കാരണം അവന്റെ മസ്ലഹത്ത്, അവന് ഗുണം ഈ ഓപ്പറേഷൻ ചെയ്യലാണ് എന്ന് ഡോക്ടർക്കറിയാം. അതുപോലെ നമ്മുടെ അടുത്തുള്ള തെറ്റുകൾ അത് തിരുത്തലാണ് നമുക്ക് നല്ലത്. അതിനുവേണ്ടി എൻ്റെ മുഖത്ത് നോക്കി നീ സംസാരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് പറഞ്ഞു. عن هشام رحمه الله قال كان بكر بن عبد الله المزني, ഇമാം ബക്കർ ബിൻ അബ്ദുല്ലാഹ് അൽ-മുസനി റഹിമഹുല്ലാ താബിഈയാണ്. അദ്ദേഹം യുഹ്ദി ലി മുഹമ്മദ് ബിൻ സീരീൻ, ഇമാം മുഹമ്മദ് ബിൻ സീരീൻ അദ്ദേഹം വലിയ താബിഈയാണ്. അദ്ദേഹത്തിന് ഹദിയ കൊടുക്കുമായിരുന്നു, സമ്മാനങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫയഖ്ബലു മിൻഹു, അദ്ദേഹം സ്വീകരിക്കും. ഫഖാല ലി മുഹമ്മദിൻ അഹ്ലു ബൈതിഹി, ഒരിക്കൽ മുഹമ്മദ് ബിൻ സീരീന്റെ വീട്ടുകാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദ റജുലു യുഹ്ദി ലക്, ഈ വ്യക്തി ബക്കർ ബിൻ അബ്ദുല്ലാഹ് അൽ-മുസനി അദ്ദേഹം താങ്കൾക്ക് ധാരാളം ഹദിയ തരുന്നുണ്ട്, നിങ്ങൾക്ക് ധാരാളം ഹദിയകൾ തരുന്നുണ്ട്. വലാ തുകാഫിഹു, നിങ്ങളാണെങ്കിൽ തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹദിയ വാങ്ങാറുണ്ടായിരുന്നു. അതിന് പകരം തിരിച്ചും ഹദിയ കൊടുക്കും. അപ്പൊ ഹദിയയുടെ ഒരു മര്യാദയിൽപ്പെട്ടതാണ്, അദബിൽപ്പെട്ടതാണ് ഇങ്ങോട്ട് ഒരാൾ ഹദിയ തന്നാൽ തിരിച്ചും എന്തെങ്കിലും അവർക്ക് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അതെന്താണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഖാല മുഹമ്മദ്, അപ്പൊ മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, മാ യംനഉനി അൻ ഉകാഫിഅഹു ഇല്ലാ നദറൻ ലഹു. ഞാൻ അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാത്തത് അദ്ദേഹത്തിന്റെ നന്മക്ക് വേണ്ടിയാണ്. എന്താണ് കാരണം? ഹാദാ കദാ യുഹ്ദി ഇലയ്യ. ഞാൻ ഒന്നും കൊടുക്കാഞ്ഞിട്ട് തന്നെ അദ്ദേഹം ധാരാളം ഹദിയ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലാ നുഹ്ദി ലഹു ഫലോ അഹ്ദൈന ഇലൈഹി ഇജ്തഹദ്. ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം മത്സരിക്കും, പിന്നെയും കൂടുതൽ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് ഒന്നും കൊടുക്കാത്തത്. തിരിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഹദിയ വർദ്ധിക്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പരസ്പരം ഹദിയ കൈമാറുക എന്നുള്ളത് അത് സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള സബബാണ്, കാരണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹാദൗ തഹാബൗ. നിങ്ങൾ പരസ്പരം ഹദിയകൾ കൊടുക്കുക, നിങ്ങൾക്കിടയിൽ ഹുബ്ബുണ്ടാകും, സ്നേഹമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.